Anjali Nandana and you're watching Anju's Infotainment. അപ്പോൾ ഇത് നമ്മുടെ കെമിസ്ട്രി ചാപ്റ്റർ 1 പാർട്ട് 4 വീഡിയോ ആണ്. ഈ പാർട്ടും കൂടി കഴിഞ്ഞാൽ ഈ വീഡിയോ കൂടി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ ചാപ്റ്റർ 1 കംപ്ലീറ്റ് ആയി. പിന്നെ നമ്മുടെ ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യുന്ന പിന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചേർത്തിട്ട് ഒരു വീഡിയോ കൂടി ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അതും കൂടി കഴിഞ്ഞാൽ ചാപ്റ്റർ 1 കംപ്ലീറ്റ് ആയി. ഒട്ടും ഡിലേ ഇല്ലാതെ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് സെപ്പറേഷൻ യൂസിങ് സെപ്പറേറ്റിംഗ് ഫണൽ. Fill 1/4 of a bottle with kerosene and add 1/4 of the bottle with water. And shake the mixture. Keep it for some time. Kerosene and water can be seen as two separate layers. Kerosene can be seen as the top layer and water can be seen as the bottom layer due to difference in their density. അപ്പോൾ കെറസിനും വാട്ടറും രണ്ട് ഡിഫറെൻറ്റ് ലെയേഴ്സ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. ഡെൻസിറ്റിയിൽ വ്യത്യാസമുള്ളത് മൂലം കെറസിൻ മുകളിലത്തെ ലെയറായിട്ടും വാട്ടർ അടിയിലത്തെ ലെയറായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലായി കെറസിനും വാട്ടറും രണ്ട് ഇൻവിസിബിൾ ലിക്വിഡ്സ് ആണ്, അതായത് പരസ്പരം കലരാത്ത രണ്ട് ലിക്വിഡ്സ് ആണ്. ഇങ്ങനെയുള്ള ലിക്വിഡ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അപ്പാരറ്റസ് ആണ് സെപ്പറേറ്റിംഗ് ഫണൽ. സെപ്പറേറ്റിംഗ് ഫണൽ ക്യാൻ ബി യൂസ് ടു സെപ്പറേറ്റ് ടു ഇൻവിസിബിൾ ലിക്വിഡ് ഫ്രം ദിയർ മിക്സ്ചർ. പരസ്പരം കലരാത്ത രണ്ട് ലിക്വിഡ്സിനെ അവയുടെ മിക്സ്ചറിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ നമുക്ക് സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിക്കാം. സോ നമ്മളിപ്പോൾ കണ്ട ഈ മിക്സ്ചറിനെ എങ്ങനെ സെപ്പറേറ്റിംഗ് ഫണൽ യൂസ് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്യാമെന്ന് നോക്കാം. We take the mixture of kerosene and water in a separating funnel and we wait for some time. Kerosene and water get separated into two layers. Water is the heavier liquid, it remains in the bottom layer. Kerosene is the lighter liquid, it remains in the top layer. Then we open the stopcock of a separating funnel. Water flows down first and we can collect it in a container. Then close the stopcock. Again, by repeating this process, we can collect kerosene. നമ്മൾ ആദ്യം കെറസിൻ്റെയും വാട്ടറിൻ്റെയും ഈ മിക്സ്ചറിനെ നമ്മുടെ സെപ്പറേറ്റിംഗ് ഫണലിൽ നിറയ്ക്കും. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കെറസിനും വാട്ടറും രണ്ട് ഡിഫറെൻറ്റ് ലെയർ ആയിട്ട് മാറും. എന്നിട്ട് അപ്പോൾ നമ്മുടെ വാട്ടറാണ് ഹെവിയർ ആയിട്ടുള്ള ലിക്വിഡ്, അത് അടിയിലത്തെ ലെയറിൽ ഉണ്ടാവും. നമ്മുടെ കെറസിൻ ലൈറ്റർ ലിക്വിഡ് ആയതുകൊണ്ട് അത് മുകളിൽ നിൽക്കും. എന്നിട്ട് നമ്മൾ സ്റ്റോപ്പ് കോക്ക് തുറക്കുക. സ്റ്റോപ്പ് കോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്യാൻ, സെപ്പറേറ്റിംഗ് ഫണൽ ഓപ്പൺ ചെയ്യാനുള്ള ആ നോബിനെയാണ് നമ്മൾ സ്റ്റോപ്പ് കോക്ക് എന്ന് വിളിക്കുക. അത് തുറന്നിട്ട് ആദ്യം നമ്മുടെ ഹെവിയർ ലിക്വിഡ് ആയിട്ടുള്ള ബോട്ടം ലെയറിൽ നിൽക്കുന്ന വാട്ടർ താഴേക്ക് വരും. അപ്പോൾ നമുക്കതൊരു വെസലിൽ കളക്ട് ചെയ്യാം. പിന്നീട് അത് സ്റ്റോപ്പ് കോക്ക് അടയ്ക്കുക. നമ്മുടെ സെപ്പറേറ്റിംഗ് ഫണലിൽ പിന്നെ എന്താണ് ബാക്കിയുള്ളത്? കെറസിനാണ്. നമുക്ക് ഇതേപോലെ മറ്റൊരു കണ്ടെയ്നർ വെച്ചിട്ട് കെറസിനെ കളക്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിച്ചിട്ട് രണ്ട് ഇൻവിസിബിൾ ലിക്വിഡ്സിനെ എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യാമെന്ന് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കുന്ന അടുത്ത സെപ്പറേഷൻ മെത്തേഡാണ് സബ്ലിമേഷൻ. ഇത് നമ്മൾ മുന്നേ ഈ ചാപ്റ്ററിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണ്. സബ്ലിമേഷൻ, അപ്പോൾ വാട്ട് ഈസ് സബ്ലിമേഷൻ? വെൻ സം സോളിഡ് സബ്സ്റ്റൻസസ് ആർ ഹീറ്റഡ് they change directly into gaseous state without forming liquid. This process is called sublimation. അപ്പോൾ സബ്ലിമേഷൻ പ്രോപ്പർട്ടി കാണിക്കുന്ന ചില വസ്തുക്കളാണ് നാഫ്തലിൻ, ക്യാംഫർ, അയഡിൻ, അമോണിയം ക്ലോറൈഡ് തുടങ്ങിയവയൊക്കെ. ഇത് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് സബ്ലിമേഷൻ ഉപയോഗിച്ചിട്ട് എങ്ങനെ മിക്സ്ചറിൽ നിന്ന് കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം എന്നാണ്. സോ we take mixture of ammonium chloride and sand in a china dish. Then place a funnel in inverted position above it and close the top of the funnel with a piece of cotton. Then we heat this mixture. Due to sublimation, ammonium chloride changes into gaseous state and gets solidified on the inner surface of flask and sand remains in the china dish. നമുക്കറിയാം അമോണിയം ക്ലോറൈഡ് സബ്ലിമേഷൻ പ്രോപ്പർട്ടി കാണിക്കുന്ന ഒരു വസ്തുവാണ്. നമ്മൾ അമോണിയം ക്ലോറൈഡിൻ്റെയും സാൻഡിൻ്റെയും ഒരു മിക്സ്ചർ ചൈന ഡിഷിൽ എടുക്കും. നമ്മൾ അതിൻ്റെ മുകളിൽ സാധാരണ ഒരു നമ്മുടെ
ഫണൽ ഇൻവേർട്ടഡ് പൊസിഷനിൽ വെക്കും. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു കോട്ടൺ വെച്ചിട്ട് അടയ്ക്കും. എന്നിട്ട് നമ്മളിത് ഈ മിക്സ്ചർ ഒരു ബർണർ ഉപയോഗിച്ചിട്ട് ഹീറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ഇതിലത്തെ അമോണിയം ക്ലോറൈഡ് ഡയറക്റ്റ് ആയിട്ട് ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറിയിട്ട് ഫണലിൻ്റെ ഇന്നർ സർഫസിൽ പോയിട്ട് സോളിഡിഫൈ ചെയ്യും. നമ്മളവിടെ കോട്ടൺ ഉപയോഗിച്ച് അടച്ചു വെച്ചത് ഈ വേപ്പേഴ്സ് ഒട്ടും പുറത്തേക്ക് എസ്കേപ്പ് ചെയ്യാതിരിക്കാനാണ്. എന്നിട്ട് അപ്പം നമുക്ക് എന്ത് കിട്ടി? ഫ്ലാസ്കിൻ്റെ ഇന്നർ സർഫസിൽ അമോണിയം ക്ലോറൈഡും കിട്ടി, നമ്മുടെ ചൈന ഡിഷിൽ സാൻഡും കിട്ടി. അങ്ങനെ നമ്മൾ സബ്ലിമേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തു കോമ്പോണൻസിന്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന 5ാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെപ്പറേഷൻ മെത്തേഡാണ് സെൻട്രിഫ്യൂഗേഷൻ. The process of separating components of a liquid mixture on basis of their mass difference is called centrifugation. The instrument used for this purpose is called centrifuge. നമ്മൾ ഒരു ലിക്വിഡ് മിക്സ്ചറിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലുള്ള മിക്സ്ചറിൽ നിന്ന് അവയുടെ കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ, അതായത് അവയുടെ മാസ് ഡിഫറൻസിൻ്റെ അടിസ്ഥാനത്തിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സെൻട്രിഫ്യൂഗേഷൻ. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരാണ് സെൻട്രിഫ്യൂജ്. Liquid containing the sample is taken in a test tube and is rotated based on a central point in the instrument. Then the particles with higher mass moves away from the center and the particle with lower mass remains closer to the center. അപ്പോൾ നമ്മൾ എന്താണ് സെൻട്രിഫ്യൂഗേഷനിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു സെൻട്രിഫ്യൂഗേഷൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് സെൻട്രിഫ്യൂജ്. അത് നമ്മൾ ഓൾമോസ്റ്റ് സെൻറ്റർ ബാലൻസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പോയിന്റിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഇൻസ്ട്രുമെൻ്റാണ്. അതിൽ നമ്മൾ ഈ സാമ്പിള് ഉള്ള ലിക്വിഡ് സാമ്പിള് നമ്മളൊരു ടെസ്റ്റ് ട്യൂബിൽ എടുക്കും. എന്നിട്ട് ഇത് സെൻട്രിഫ്യൂജിൽ വെച്ചിട്ട് നല്ല സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നല്ല ഹയർ മാസ് ഉള്ള പാർട്ടിക്കിൾസ് ഈ നമ്മുടെ ആ സെൻറ്ററിൽ നിന്ന് എവേ ആയിട്ട്, അതായത് ടെസ്റ്റ് ട്യൂബിൻ്റെ ഈ ഒരു അറ്റത്തിലേക്ക് മൂവ് ചെയ്യും. പിന്നെ ലോവർ മാസുള്ള പാർട്ടിക്കിൾസ് സെൻട്രിഫ്യൂജിൻ്റെ സെൻറ്ററിനോട് ക്ലോസ് ആയിട്ട് റിമെയിൻ ചെയ്യും. അതാണ് ഇവിടെ നടക്കുന്നത്. ഇനി നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ്? ടു സെപ്പറേറ്റ് ബ്ലഡ് സെൽസ് ഫ്രം ബ്ലഡ് സാമ്പിൾ ഇൻ ക്ലിനിക്കൽ ലബോറട്ടറീസ്, ടു സെപ്പറേറ്റ് precipitate obtained during chemical experiments, and to separate butter from curd. അപ്പോൾ നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ യൂസ് ചെയ്യുന്നത് ബ്ലഡ് സാമ്പിൾസ്, ക്ലിനിക്കൽ ലബോറട്ടറീസിലൊക്കെ ബ്ലഡ് സാമ്പിൾസിൽ നിന്ന് ബ്ലഡ് സെൽസിനൊക്കെ സെപ്പറേറ്റ് ചെയ്തെടുക്കാനും, അതുപോലെ തന്നെ നമ്മൾ കെമിക്കലായിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രൊഡക്ട്സിനെ വേഗം തന്നെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാനും, അതുപോലെ തന്നെ നമ്മുടെ തൈരിൽ നിന്ന് വെണ്ണ കടഞ്ഞെടുക്കാനും വെണ്ണ സെപ്പറേറ്റ് ചെയ്തെടുക്കാനും ഒക്കെ നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ അടുത്തതായി പഠിക്കാൻ പോകുന്ന സെപ്പറേഷൻ മെത്തേഡാണ് ക്രൊമാറ്റോഗ്രഫി. Chromatography is used to separate more than one solute dissolved in same solvent. ഒരേ സോൾവെൻറ്റിൽ ഒന്നിലധികം സൊല്യൂട്ടുകളൊക്കെ ഡിസോൾവ് ചെയ്ത് കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ക്രൊമാറ്റോഗ്രഫി. ഇപ്പോൾ നമ്മൾ സൊല്യൂട്ടും സോൾവെൻറ്റും ഒക്കെ മുന്നേ പഠിച്ചിട്ടുണ്ട്, എന്നാലും ജസ്റ്റ് ഒന്ന് റീകളക്ട് ചെയ്തെടുക്കാം. സൊല്യൂട്ട്, സബ്സ്റ്റൻസ് വിച്ച് ഇസ് ഡിസോൾവ് ഈസ് കോൾഡ് സൊല്യൂട്ട്. ഡിസോൾവിങ് മീഡിയം ഈസ് കോൾഡ് സോൾവെൻറ്റ്. ഒരു സൊല്യൂഷനിലാണ് എപ്പോഴും സൊല്യൂട്ടും സോൾവെൻറ്റും ഒക്കെ ഉണ്ടാവുക അല്ലേ? അപ്പോൾ എന്താണോ അലിഞ്ഞു ചേർന്ന് കിടക്കുന്നത് എന്താണോ അതിനെ സൊല്യൂട്ട് എന്നും, ഏത് മീഡിയത്തിലാണ് അത് അലിഞ്ഞു ചേർന്ന് കിടക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ സോൾവെൻ്റ് എന്നും നമ്മൾ പറയും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ സോൾട്ട് സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ സോൾട്ട് അവിടെ അലിഞ്ഞു ചേർന്ന് കിടക്കുന്ന വസ്തുവാണ് അല്ലേ? സോ സോൾട്ട് സൊല്യൂട്ടാണ്. ഇനി ഡിസോൾവിങ് മീഡിയം ഏതാണ്? അത് വാട്ടറാണ്. വാട്ടറിലാണ് സോൾട്ട് അലിഞ്ഞു ചേർന്ന് കിടക്കുന്നത്. സോ വാട്ടർ സോൾവെൻറ്റുമാണ്. അപ്പോൾ സൊല്യൂട്ടും സോൾവെൻറ്റും ഒക്കെ എന്താണെന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദിസ് മെത്തേഡ് വാസ് യൂസ് ടു സെപ്പറേറ്റ് കോമ്പണൻസ് ഓഫ് കളേർഡ് സബ്സ്റ്റൻസസ്. അപ്പോൾ ഗ്രീക്കിൽ ക്രോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളറിനും, ഗ്രഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റിംഗ്, റെക്കോർഡിങ് അങ്ങനെയൊക്കെയാണ് അർത്ഥം. അപ്പോൾ പണ്ട് ഈ മെത്തേഡ് യൂസ് ചെയ്ത്, ക്രോമാറ്റോഗ്രഫി എന്ന് പറഞ്ഞ മെത്തേഡ് നിറമുള്ള പദാർത്ഥങ്ങളെയൊക്കെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിരുന്നത്. സോ അവരതിന് ക്രോമാറ്റോഗ്രഫി എന്ന ഈ മെത്തേഡിന് പേരിട്ടു. അപ്പോൾ ക്രോമാറ്റോഗ്രഫീനെ ബേസ് ചെയ്തിട്ട് ഒരു എക്സ്പെരിമെൻറ്റ് നമുക്കിനി ഡിസ്കസ് ചെയ്യാം. പുട്ട് എ സ്പോട്ട് ഓൺ എ പീസ് ഓഫ് ഫിൽറ്റർ പേപ്പർ കട്ട് ഇൻ ഷേപ്പ് ഓഫ് എ റിബൺ. ദെൻ dip this in water. The spot should be above the water level. നമ്മൾ ഒരു ഫിൽറ്റർ പേപ്പർ
ഒരു റിബൺ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അതിലൊരു ബ്ലാക്ക് സ്പോട്ട് ഇടുക. ഒരു അത്യാവശ്യം വലിപ്പത്തിന് സ്കെച്ച് പെൻ യൂസ് ചെയ്തിട്ട് ഒരു ബ്ലാക്ക് സ്പോട്ട് ഇടുക, കുത്തിടുക. എന്നിട്ട് നമ്മളതൊരു ബീക്കറിൽ വാട്ടറൊക്കെ എടുത്തിട്ട് അതിലേക്ക് ഡിപ്പ് ചെയ്ത് വെക്കുക. പക്ഷേ ഈ ഡോട്ട് വാട്ടർ ലെവലിന് കുറച്ച് മേളിലായിരിക്കണം. അപ്പോൾ ഈ ഒരു സെറ്റപ്പാണ് നമ്മുടെ ആർട്ടോഗ്രഫിയിൽ ചെയ്യുന്നത്. സോ when the water level rises, the black spot splits into its component colors. നമ്മുടെ ഈ ജലം മെല്ലെ ഉയരുമ്പോൾ, ജലനിരപ്പ് മെല്ലെ, അതായത് ഫിൽറ്റർ പേപ്പറിൻ്റെ മൈന്യൂട്ട് പോർസിലൂടെ ഈ വെള്ളം മെല്ലെ മുകളിലേക്ക് ഉയരുമ്പോൾ ബ്ലാക്ക് കളറിൽ ഇങ്കിലുള്ള ഡിഫറെൻറ്റ് കമ്പോണൻറ്റ് കളേഴ്സൊക്കെ സ്പ്ലിറ്റ് ചെയ്തിട്ട് പല പല ഡിഫറെൻറ്റ് ലെയേഴ്സായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ കേസിൽ, നമ്മുടെ ഇങ്കിൻ്റെയും വാട്ടറിൻ്റെയും കേസിൽ വാട്ടർ സോൾവെൻറ്റും ഇങ്ക് പാർട്ടിക്കിൾസൊക്കെ സൊല്യൂട്ടുമാണ്. ഇനി നമ്മൾ ക്രോമാറ്റോഗ്രഫി യൂസ് ചെയ്യുന്ന കുറച്ച് ഒക്കേഷൻസ് നോക്കാം. ടു സെപ്പറേറ്റ് പോയ്സണസ് സബ്സ്റ്റൻസസ് മിക്സ്ഡ് വിത്ത് ബ്ലഡ്, ടു സെപ്പറേറ്റ് കോമ്പോണൻസ് ഓഫ് ഡൈസ്. അതായത് നമ്മുടെ ഡൈയിൽ നിന്ന് അതിൻ്റെ കോമ്പോണൻറ്റ് കളേഴ്സൊക്കെ സെപ്പറേറ്റ് ചെയ്തെടുക്കാനും, അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡിലൊക്കെ എന്തെങ്കിലും വിഷവസ്തുക്കൾ കലർന്നാൽ അത് സെപ്പറേറ്റ് ചെയ്തെടുക്കാനും ഒക്കെ നമ്മൾ ക്രോമാറ്റോഗ്രഫി യൂസ് ചെയ്യുന്നുണ്ട്. കുറച്ച് എക്സ്ട്രാ ടേംസിനെ കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അഡ്സോർപ്ഷൻ, ക്യാപ്പിലാരിറ്റി തുടങ്ങിയ ടേംസൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. സോ നമുക്ക് അതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം. Capillarity is the phenomenon by which liquid rises through micropores against gravitation. The solvent particle, when the solvent particle rises through the micropores, solute particles also rises along with it in the filter paper. അപ്പോൾ ക്യാപ്പിലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ദ്വാരങ്ങളിലൂടെ വെള്ളം ഒക്കെ, ഐ മീൻ ലിക്വിഡ് പാർട്ടിക്കിൾസ് റൈസ് ചെയ്യുന്ന, നമ്മുടെ ഗുരുത്വാകർഷണ ബലത്തിന് എതിരായിട്ട് റൈസ് ചെയ്യുന്ന ഫിനോമിനയാണ് നമ്മൾ ക്യാപ്പിലാരിറ്റി എന്ന് വിളിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട ഫിൽറ്റർ പേപ്പറിൻ്റെ കേസിൽ നമ്മുടെ സോൾവെൻറ്റ് പാർട്ടിക്കിൾസ് ആയിട്ടുള്ള വാട്ടർ റൈസ് ചെയ്യുന്നതിനോടൊപ്പം സൊല്യൂട്ട് പാർട്ടിക്കിൾസ് കൂടി, അതായത് ഇങ്ക് പാർട്ടിക്കിൾസ് കൂടി ഒപ്പം റൈസ് ചെയ്യുന്നു. Due to the attraction between the solute particles and the filter paper, they get deposited on the surface of filter paper. The particles are separated on the surface of filter paper on the basis of difference in rate of adsorption. അപ്പോൾ നമ്മളുടെ ഈ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് പിന്നെ ഫിൽറ്റർ പേപ്പറും തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവുമല്ലോ. അതിൻ്റെ ഫലമായിട്ട് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഫിൽറ്റർ പേപ്പറിൽ ഡിഫറെൻറ്റ് ലെയർ ആയിട്ട് അതിൻ്റെ സർഫസിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കിടക്കുന്നു. അതിന് നമ്മൾ പറയുന്ന പേരാണ് അഡ്സോർപ്ഷൻ. അപ്പോൾ ഓരോ തരത്തിലുള്ള പാർട്ടിക്കിൾസിൻ്റെയും അഡ്സോർപ്ഷൻ്റെ സ്പീഡ് വ്യത്യസ്തമായിരിക്കും. അതിനനുസരിച്ച് ഇവ ഡിഫറെൻറ്റ് ലെയറുകളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ കൂട്ടുകാരായിട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ സെലക്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത പ്രാവശ്യം കാണുന്നത് വരെ ബൈ.